നമസ്കാരം. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടലിൽ ഒരു വിദ്യാർത്ഥി ദാരുണാന്ത്യം സംഭവിച്ച വിവരം ഇന്ന് രാവിലെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കാൻ ഇടയുണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ല. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് പിന്നെ 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല, താമരശ്ശേരി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും താമരശ്ശേരി ചുങ്കത്ത് പാലോറക്കുന്ന് ഇക്ബാലിന്റെ മകനുമായ ഷാബാസ് ആണ് ഇന്ന് രാവിലെ 3 മണിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന ഷഹബാസ് ആണ് മരണപ്പെട്ടത്. താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ട്രിസ് ട്യൂഷൻ സെന്ററിന് സമീപം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കുട്ടിയുടെ മരണത്തിനിടയാക്കിയ കൂട്ടത്തല്ല്. വിദ്യാർത്ഥികൾ തമ്മിലാണ് കൂട്ടത്തല്ലുണ്ടായത്. അതായത് 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഒരു ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ 2 സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും യാത്രയയപ്പുമായി ബന്ധപ്പെട്ട്, അതായത് 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇവരുടെ ഒരു യാത്രയയപ്പ് സ്കൂളുകളിലും ട്യൂഷൻ സെന്ററിലും ഒക്കെ നടക്കും. അത് ട്യൂഷൻ സെന്ററിലുണ്ടായ യാത്രയയപ്പിൽ ഈ ഷഹബാസ് പങ്കെടുക്കുകയും അവിടെ ഈ ഒരു സ്കൂളിലെ കുട്ടികൾ ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ പരിപാടിയിൽ ഇടയ്ക്ക് തടസ്സം നേരിടുകയും മറ്റു സ്കൂളിലുള്ള കുട്ടികൾ അതിനെ കൂവി ഇല്ലാതാക്കുകയും ചെയ്തു. അതിന്റെ പേരിലാണ് ഒരു വൈരാഗ്യം ഉണ്ടായത്. ഈ വൈരാഗ്യത്തിന്റെ പുറത്താണ് ഈ ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയെ കൊല ചെയ്യപ്പെട്ടത്. അതായത് ആൾക്കൂട്ടത്തല്ല്. നമ്മൾ കേട്ടല്ലോ, ആൾക്കൂട്ടത്തല്ല് എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു നടപടി ഉണ്ടാവില്ല എന്നാണ് കുട്ടികളുടെ വിചാരം. കുട്ടികളല്ല, വലിയവരായാലും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് കേട്ടതാണ്, ഇത് കണക്കുകൂട്ടി കൊല്ലാൻ തന്നെ തീരുമാനിച്ചുള്ള ഒരു കൊലയായിരുന്നു അത്. അല്ലെങ്കിൽ ഈ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇതുപോലുള്ള മാരക ആയുധങ്ങളുമായി ക്ലാസ്സിൽ വരുന്നത് കൊല്ലുവാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. കയ്യിൽ നഞ്ചക്ക്, ഇടിവള എന്ന് വേണ്ട മാരക ആയുധങ്ങൾ. മാരക ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ ഗുണ്ടാ സംഘം മാത്രം ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഇതൊക്കെ. കുട്ടികൾക്കെതിരെ പറയുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായൊന്നും പറയാത്തത്. പക്ഷെ ആ കുട്ടികളെന്ന് പറയുമ്പോൾ വലിയവർ ചെയ്താലും കുട്ടികൾ ചെയ്താലും കൊലപാതകം തന്നെയാണ്. ഈ 5 കുട്ടികളാണ് ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ കുട്ടികളെ മർദ്ദിച്ചത്. നഞ്ചക്ക് കൊണ്ട് അടിക്കുകയും തറയിലിട്ടുകയും ചെവിട്ടുകയും ഒക്കെ ചെയ്യുന്നത് ഈ മരണപ്പെട്ട ഷഹബാസ് എന്ന കുട്ടിയെ. എന്നാൽ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഇല്ലായിരുന്നു. കുട്ടി വീട്ടിൽ തിരിച്ചെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് പിതാവിന് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ അവർ പരിശോധിക്കുമ്പോൾ ആന്തരികമായി ക്ഷതം ഏറ്റിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതിനനുസരിച്ച് ചികിത്സയിലായിരുന്നു. കുട്ടിയുടെ തലച്ചോറിനേറ്റ ക്ഷതം മൂലമാണ് മരിച്ചതെന്ന് പറയുന്നു. ഇനി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴേ ഇനി എവിടെയെല്ലാം അടി കിട്ടിയിട്ടുണ്ട്, എന്നാണ് മരണകാരണം എന്നൊക്കെ കൃത്യമായി നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ കുട്ടി വളരെ ദാരുണമായി മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. നമ്മുടെ കുട്ടികളെ തല്ലി കൊല്ലുമ്പോൾ എങ്ങനെ നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് അയക്കും? കുട്ടികളിൽ വളർന്നു വരുന്ന ഈ വൈരാഗ്യ ബുദ്ധി എവിടെ ചെന്ന് അവസാനിക്കും? നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. കുട്ടികൾ ഇപ്പോൾ ലഹരിക്കടിമകളാണ്. കൂടുതൽ കുട്ടികളും അടിമകൾ അല്ലെങ്കിൽ അടിമകളാക്കുന്നു. ഈ ഷഹബാസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ഈ കുട്ടികളെ ഇതുവരെ എടുത്തിരുന്ന കേസ് എന്ന് പറയുമ്പോൾ കൊലപാതക ശ്രമം മാത്രമായിരുന്നു.
കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ കൊലപാതക ശ്രമം ആക്കി കൊലപാതകത്തിന് കുറ്റമാക്കി എടുത്തു. പക്ഷെ ആ കുട്ടികളെ കഴിഞ്ഞ ദിവസം പോലീസ് എടുത്തിരുന്നു ചോദ്യം ചെയ്തു. അപ്പോൾ ചൈൽഡ് വെൽഫെയർ അവരെ കയ്യിലെടുക്കുകയും അവരെ നിരുപാധികം വീട്ടിലേക്ക് വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ഒരു കൊലപാതകികളായ കുട്ടികളാണ് വീട്ടിൽ കടന്നുറങ്ങിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് വീണ്ടും കൊണ്ടുവന്ന് ചോദ്യം ചെയ്യലിനായി ഇൻക്വസ്റ്റൊക്കെ റെഡിയാക്കും. അപ്പം ഈ മറ്റുള്ള ഒരു മനുഷ്യരായിരുന്നെങ്കിൽ, ഒരാളായിരുന്നെങ്കിൽ ഈ കൊലപാതകം ചെയ്തിട്ട് അന്നത്തെ ദിവസം വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. പോലീസ് കാണിച്ച ഒരു അനാസ്ഥയല്ലേ. ഇങ്ങനെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ ചൈൽഡ് ലൈനും അങ്ങനെയുള്ള സംഘടനകൾ ഇടപെടുന്നത് മൂലമാണ് ഈ കുട്ടികൾക്ക് എന്ത് ചെയ്താലും നമുക്ക് രക്ഷയുണ്ട്, നമ്മളെ രക്ഷിക്കാൻ ആളുണ്ട് എന്ന ഒരു സമാധാനം കുട്ടികൾക്കുണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇത്രയും കൊലയും കൊള്ളയും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില പരിപാടികളും ഒക്കെ സ്കൂളുകളിലും മറ്റും നടന്നു വരുന്നത്. കുട്ടികൾക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുട്ടികൾ സിഗരറ്റ് വലിക്കുന്നതിൻ്റെയും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെയും ഒന്നും ഫോട്ടോ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പാടില്ല. മുൻപ് ഇതുപോലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നതിൻ്റെ പുക വരുന്ന ദൃശ്യങ്ങളൊക്കെ ചില ആൾക്കാർ മൊബൈലിൽ ചിത്രീകരിച്ച് പുറത്തുവിട്ടിരുന്നു. ചില കുട്ടികൾ അനാശാസ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. പക്ഷെ അവർക്കെതിരെ എല്ലാം സർക്കാർ കേസെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല ആരും. കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്കൂളിലെ അധ്യാപകനെ കുട്ടി വളരെ പൈശാചികമായി ആ കൊലവിളി നടത്തുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിനെതിരെയും സർക്കാർ, നമ്മുടെ ചൈൽഡ് ലൈൻ പോലുള്ള ആളുകൾ രംഗത്ത് വന്നിരുന്നു. കുട്ടികളല്ലേ, അവരെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അധ്യാപകർക്ക് കുട്ടികളെ നിയന്ത്രിക്കാനുള്ള ആ ഒരു സംവിധാനം സ്കൂളുകളിൽ ഇല്ല. സ്കൂളുകളിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ തീർച്ചയായും അല്പം പേടിയോടുകൂടി തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ ഫ്രീഡമാണ്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ അധ്യാപകരെ എന്തും ചെയ്യാം, അല്ലെങ്കിൽ നാട്ടുകാരെ എന്തും ചെയ്യാം, കൂടെ പഠിക്കുന്ന സഹപാഠികളെ എന്തും ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് കുട്ടികളിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സംവിധാനമാണ് നമ്മുടെ എന്താ പറയുക, അതല്ല, കുട്ടികളെ സഹായിക്കുന്നു. കുട്ടികൾക്കെതിരെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു ഇതാണ്. കുട്ടികളുടെ ആ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം ആ കുട്ടികൾ കരുതി കൂട്ടി തന്നെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന്. കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൂടെ ആണ് ആ സംഭാഷണം നടത്തിയിരിക്കുന്നത്. ഈ കുട്ടിയെ മർദ്ദിച്ച് അവസാനാക്കിയ ശേഷം കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ പോയി ഈ പയ്യൻ കണ്ടതിന് ശേഷമാണ് ആ കുട്ടി മറ്റൊരു കുട്ടിയോട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ സംസാരിക്കുന്നത്. ആ ഒരു ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. എന്ത് ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. അവൻ്റെ കണ്ണൊക്കെ പോയടാ എന്ന്, അല്ലെങ്കിൽ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് തല്ലിക്കൊന്നതായതുകൊണ്ട് അതിനെതിരെ ഒരു കേസ് ഉണ്ടാവില്ല എന്നാണ് ആ കുട്ടികൾ സംസാരിച്ചു വരുന്നത്. കുട്ടികൾ തല്ലിക്കൊന്നാലും കൊലപാതകം തന്നെയല്ലേ. ഈ വലിയവർ കൊന്നെങ്കിൽ മാത്രമേ അത് കൊലപാതകമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഈ കുട്ടികളുടെ മേൽ ഈ കൊലപാതകം കുറ്റം ആരോപിക്കണം. അവർക്ക് വേണ്ട കഠിനമായ ശിക്ഷ മാതൃകാപരമായി തന്നെ കൊടുക്കണം എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. നിസ്സാരമായി നമ്മുടെ ഒരു ട്യൂഷൻ സെന്ററിലുണ്ടായ സംഭവമാണ് ഈ കൊലപാതകത്തിൽ ചെന്നെത്തിയിരിക്കുന്നത്. ട്യൂഷൻ സെന്ററിൽ വെച്ച് എന്തോ ചെറിയൊരു കശപിശ ഉണ്ടായതിനെ തുടർന്ന് കുട്ടികൾ അതിനെതിരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയകളിലൂടെ കുട്ടികളെല്ലാം ആഹ്വാനം ചെയ്ത് കൊണ്ടുവന്ന് ഒരു സമൂഹ തല്ലായി മാറ്റി ഈ കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതൊരു ചെറിയ കാര്യമല്ല. കുട്ടികൾ നല്ല പ്ലാനിങ്ങോടുകൂടി തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ കുട്ടികൾക്ക് ഇത്രയേറെ വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രചോദനമുണ്ടോ, അല്ലെങ്കിൽ ഈ നഞ്ചക്ക് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ കുട്ടിയെ തല്ലിക്കൊല്ലണം എന്ന് ഈ കുട്ടികൾക്കൊരു പ്രചോദനം ഉണ്ടാവണമെങ്കിൽ പുറത്തുനിന്ന് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ എന്നുകൂടി പോലീസ് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബോധമുണ്ടായത്. ആൾക്കൂട്ടത്തല്ലിൽ മരണപ്പെട്ടാൽ
കേസുണ്ടാവില്ല എന്ന് ആ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ അറിവുള്ള കുട്ടികളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നെങ്കിലും അത്രയും അറിവുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ചൈൽഡ് ലൈൻ വീട്ടിൽ അവരെ തിരികെ വിട്ടു. കാരണം ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, പരീക്ഷ എഴുതാനുള്ള കുട്ടികളല്ലേ, ഈ മരണപ്പെട്ട ഈ കുട്ടിയും പരീക്ഷ എഴുതാനുള്ള കുട്ടിയാണ് എന്ന് ഓർക്കണം. അപ്പോൾ കുട്ടികൾ ചെയ്താൽ അത് തെറ്റാവില്ലേ? ഈ കുട്ടികൾ തല്ലിക്കൊന്ന ഈ കുട്ടിയും പരീക്ഷ എഴുതേണ്ട കുട്ടിയായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ഈ കുട്ടിയെ കൊന്ന കുട്ടികളെ തിരികെ വീട്ടിലേക്ക് വിട്ടു? അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ ഒരു സംഹിത. അത് പറയുന്ന BNS എന്ന് പറയുന്നത് ചില നിയമങ്ങളാണ്. ആ നിയമങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതിനെക്കുറിച്ചും വിശദമായി നമ്മുടെ ശിവൻകുട്ടി അന്വേഷിക്കേണ്ടതാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. എന്തുകൊണ്ട് ഈ കുട്ടികളെ വീട്ടിൽ പറഞ്ഞു വിട്ടു? ഈ കൊലപാതകത്തിന് കാരണമായ കുട്ടികളെ പോലീസ് കസ്റ്റഡിയിൽ വെക്കേണ്ടതല്ലേ? അങ്ങനെ ഈ കുട്ടികളുടെ തല്ലുകൊണ്ടിട്ടാണ് ഈ ഷഹബാസ് ഇന്നലെ രാത്രി 1 മണിക്ക് അന്ത്യശ്വാസം വലിക്കുന്നത്. ഇങ്ങനെ ഒരു കൊലപാതകങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിർത്തിയേ പറ്റൂ. അതിനുവേണ്ടി എല്ലാവരും മുൻകൈ എടുക്കണം. ആ കുട്ടിയെ ഈ 16 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാവില്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മക്കളെ എങ്ങനെയാണ് നിങ്ങൾ ഈ 16 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്നത്? എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ്. ആ പ്രതീക്ഷകളെല്ലാം പോയില്ലേ? എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്? കുട്ടിയെ എന്തുമാത്രം വിശ്വാസതയോടെയാണ് നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത്? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകളിൽ പോയി അന്വേഷിക്കണം. അധ്യാപകർ ശാസിക്കേണ്ടത് കുറ്റമാണെങ്കിൽ അവരെ ശാസിക്കാൻ തീർച്ചയായും പറയണം. അതുപോലെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് കാണിച്ച് അധ്യാപകർ തല്ല് കൊടുത്താൽ, വടിയെടുത്ത് അടി കൊടുത്താൽ, എന്തിന് എൻ്റെ കുട്ടിയെ അടിച്ചു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകാൻ പാടില്ല മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും. എങ്കിൽ മാത്രമേ കുട്ടികളെല്ലാവരും നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അധ്യാപകരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. നമുക്കിപ്പോൾ ഒരു കുട്ടി മരിച്ചു എന്നുള്ളതല്ല പ്രധാന വിഷയം. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ കൊല ചെയ്യാനുള്ള കൊലക്കത്തിയുമാണ് ആയിട്ടാണ് സ്കൂളുകളിൽ വരുന്നത് എന്നാണ് അതിൻ്റെ ആ ഒരു തീവ്രത നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്ലാനിങ്ങോട് കൂടിയാണ് വരുന്നത്. അത് വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ എങ്ങനെ ആകുമ്പോൾ ഇനി വളർന്നു വരുമ്പോൾ ആ കുട്ടികൾ എവിടെ എത്തി നിൽക്കും? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. BNSലെ 101 എന്ന വകുപ്പാണ് ഈ കുട്ടികളുടെ മേൽ ചാർത്തിയിരിക്കുന്നത്. എന്നാൽ അതിപ്പോൾ കൊലപാതക കുറ്റമാക്കി മാറിയിട്ടുണ്ട്. ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഈ കുട്ടിയെ എന്തുകൊണ്ട് ഇവർ കൊന്നു എന്ന് തീർച്ചയായും അന്വേഷിക്കണം. അന്വേഷിച്ച് ഈ കൊലപാതകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഈ മരണത്തിന് കാരണമാക്കിയ ഈ കുട്ടികളുടെ മേൽ കെട്ടിവെച്ച് അവർക്ക് വേണ്ട അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ മരണകാരണം ഈ തല്ലിക്കൊല്ലാനുള്ള ഒരു കാരണം ഉണ്ടാകുമല്ലോ. ആ കാരണത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ട്യൂഷൻ സെന്ററിലെ ഈ യാത്രയയപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവർ ചെറിയ ഒരു കലാപരിപാടികളൊക്കെ ഇവർ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഈ ഒരു വിഭാഗം കുട്ടികൾ നടത്തിയിരുന്ന 2 സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആ ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മറ്റൊരു സ്കൂളിലെ കുട്ടികൾ നടത്തിക്കൊണ്ടിരുന്ന, അതായത് അല്ലെങ്കിൽ വേണ്ട സ്കൂളിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഒരു പരിപാടി അവതരിപ്പിക്കുകയും അതിൽ ഇടയ്ക്ക് പാട്ട് നിന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ പാട്ട് നിന്നുപോയതിന്റെ സാഹചര്യത്തിൽ മറ്റു സ്കൂളിലെ കുട്ടികൾ അതിനെ കൂവി ആർത്തു വിളിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഉണ്ടായ ഈ പ്രശ്നങ്ങൾ ആണ് ഈ കൊലയ്ക്ക് പിന്നിൽ അവസാനിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടിയാണ്. പഠിക്കാൻ പോവുകയാണോ അതോ ആഘോഷിക്കാൻ പോവുകയാണോ എന്ന് വീട്ടുകാർ തിരക്കേണ്ടത് അത്യാവശ്യമാണ്. ട്യൂഷൻ സെന്ററുകളിലൊക്കെ ഇങ്ങനെയുള്ള ഈ ആഘോഷ പരിപാടികൾ വേണോ? അഥവാ വെച്ചാൽ അതിൻ്റെ രീതിക്ക് വയ്ക്കേണ്ടതാണ്.
പല സ്കൂളുകളിലും ഇതുപോലുള്ള പരിപാടികൾ, വെൽഫെയർ പാർട്ടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെതായ കൺട്രോളോടുകൂടി തന്നെ ആയിരിക്കും നടക്കുന്നത്. ട്യൂഷൻ സെൻ്ററുകളിൽ നടക്കുമ്പോൾ അത്രയ്ക്കുള്ള സേഫ്റ്റി ഉണ്ടാകാൻ ഉള്ള ചാൻസ് കുറവാണ്. അങ്ങനെയാണ് ഈ കുട്ടികളെ, ഈ ഷഹബാസ് എന്ന കുട്ടിയെ അവിടെയിട്ട് തല്ലി ചതച്ച് നഞ്ചക്ക് കൊണ്ട് തലയ്ക്കടിച്ച് വളരെ പരിതാപകരമായ രീതിയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുറച്ച് ദിവസത്തിന് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷം കുട്ടി ഇന്നലെ മരണപ്പെട്ടു. ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് അജ്നാസ് എന്ന കുട്ടി, ഹരിഗോവിന്ദ് യാദവ്, റബിൻ, സൂര്യകിരൺ, ഇങ്ങനെ ഈ 5 കുട്ടികൾ ചേർന്നാണ് ഈ ഷഹബാസ് എന്ന കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഈ അജ്നാസ് എന്ന കുട്ടിയുടെ കയ്യിലായിരുന്നു നഞ്ചക്കുണ്ടായിരുന്നത്. പലരുടെയും കയ്യിൽ പലവിധമായിട്ടുള്ള ആയുധങ്ങളാണ് കരുതിയിരുന്നത്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ 24 TV-യിലെ SKN പറയുന്നതെന്ന് കേട്ടു നോക്കാം. എത്രമാത്രം ക്രൂരമാണിതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഒരു 2 പള്ളിക്കൂടത്തിലെ കുട്ടികൾ ഒരു സ്ഥലത്ത് ട്യൂഷന് പോകുന്നു. വളരെ നിസ്സാരമായ കാര്യമാണ്. സ്കൂളിലുള്ള എന്തോ ഒരു കശപിച്ച ചെറിയ കാര്യത്തിൽ കുട്ടികൾ സംഘടിതമായി മാരകായുധങ്ങളുമായിട്ട് വരിക, ആക്രമിക്കുക, ഒരു കുട്ടിയെ ചവിട്ടി കൂട്ടി കൊലപ്പെടുത്തുക. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 12:30 മണിക്ക് കുട്ടി അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് കേരളത്തിന്റെ മനസാക്ഷിയിലേക്കുള്ള ഈ ചവിട്ടി കൂട്ടി കയറുന്നത് നമുക്ക് നിർത്തിയേ പറ്റൂ. താമരശ്ശേരിയിലാണ് ഈ സംഭവം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ്സുകാരനാണ് അന്ത്യശ്വാസം വലിച്ചത്. ചുങ്കത്തെ പാലോറക്കുന്ന് മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി മരിച്ചു എന്നുള്ളതല്ല, 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കൊലക്കത്തിയുമായി തെരുവിലിറങ്ങുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ സംഭവമായിട്ട് നമ്മളിതിനെ കാണുന്നു. നമ്മളിതിനെ കുറച്ച് കണ്ടിട്ട് ഒരു കാര്യം, 2-3 സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 2-3 ദിവസങ്ങളായി നടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ യാത്ര എങ്ങോട്ട് എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യം നമ്മൾ ചോദിക്കണം. നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ അധികായന്മാരൊക്കെ തന്നെ ഇതിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ഒരു ദിവസത്തേക്ക് പണി നിർത്തി വെച്ചിട്ട് അവർ ഈ ഇങ്ങനെ നശിച്ചു പോകുന്ന ഈ വിദ്യാഭ്യാസ രംഗത്തെ ഈ കലാപകലുഷിതമായ കലാലയങ്ങളെ പഴയ രീതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് വിനീതമായി നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെയാണ് ഈ സംഘർഷമുണ്ടായത്. കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച 5 വിദ്യാർത്ഥികൾക്കെതിരെ ഈ കൊലക്കുറ്റം ചുമത്തും എന്ന് മാത്രമല്ല, ഈ കുട്ടികൾ ഏത് വമ്പന്റെ മക്കളായാലും വളരെ ഹീനമായ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അവരുടെ ചുമലിൽ കെട്ടിവെക്കണം. ഇനി ഒരു കുട്ടിയും കൊലക്കത്തിയും എടുത്ത് തെരുവിലിറങ്ങാൻ പാടില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ശക്തിയും കരുത്തും എന്താണെന്ന് ഈ വില്ലന്മാരായ കൊലപാതകികളെ കാണിച്ചു കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാരകമായ കൊലക്കത്തിയും അതേപോലുള്ള യന്ത്രങ്ങളും അധോലോകങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആയുധങ്ങളുമായിട്ട് തെരുവിലിറങ്ങി ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ ജീവനില്ലാതാക്കിയ ഹീനന്മാരാണ് ഈ കുട്ടികൾ. അവരോടൊന്നും നമുക്ക് യാതൊരു ദാക്ഷിണ്യവും സഹതാപവും കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് കേരളത്തിൽ വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റ് പുറത്തു വന്നു. അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. കൂട്ടത്തല്ലിൽ ഒരുത്തൻ ചത്തുപോയാലും അതിന് പോലീസ് പിടിക്കാൻ സാധ്യതയില്ല എന്ന് വരെ കുട്ടികൾ പറഞ്ഞു വെക്കുന്നത്. എത്ര മാരകമായ ചിന്തയാണത്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് 2 ദിവസം കേട്ട. അത് മാത്രമല്ല, ഈ താമരശ്ശേരിയിൽ ഉണ്ടായ സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി വളരെ വളരെ മോശമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്രമാത്രം ക്രൂരമായാണ് ഈ കുട്ടിയെ കൊല ചെയ്തിപ്പെട്ടിരിക്കുന്നതെന്ന്. ആദ്യം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉള്ളിൽ വെച്ചാണ് ഈ കൊലപാതക ശ്രമം നടന്നത്. അവിടുന്ന് നാട്ടുകാരിടപെട്ട് ഈ കുട്ടികളെ പിരിച്ചുവിട്ടപ്പോൾ അവർ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറി. അവിടെ വെച്ച് കൂട്ടത്തല്ലുണ്ടാവുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും നാട്ടുകാരെല്ലാവരും ചേർന്ന് പറഞ്ഞു വിട്ടപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മാറി. അങ്ങനെ സ്ഥലം മാറി മാറി നിന്നാണ് ഈ കുട്ടികൾ തല്ലുകൂടിയത്. അത്രയ്ക്ക് വൈരാഗ്യമാണ് ഈ കുട്ടികളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഈ കുട്ടികളെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക്
വേണ്ട പരിശീലനം സ്കൂളുകളിൽ കൊടുക്കണം. അങ്ങനെ സ്കൂളുകളിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിച്ചു വരാൻ നമ്മുടെ ഭാവി തലമുറയ്ക്കൊരു പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കണം. ഇതിൻ്റെ ഇടയിൽ കുറേ ലഹരി മാഫിയകൾ കളിക്കുന്നുണ്ട്. കുട്ടികളെ എങ്ങനെയും വഴിതെറ്റിക്കണം, അതിലൂടെ അവർക്ക് ലാഭമുണ്ടാക്കണം എന്നുള്ള ലഹരി മാഫിയകൾ ഇപ്പോൾ ധാരാളം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പണം മാത്രം മതി അപ്പോൾ കിട്ടുന്നത്. പിന്നെ ഇനി ഒരു ഭാവി തലമുറ എന്താവുമെന്നും അവർക്ക് യാതൊരു ചിന്തയുമില്ല, അവർക്കതിൻ്റെ ചിന്തിക്കേണ്ട കാര്യവുമില്ല. കുട്ടികൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു രീതി ഉള്ളതുകൊണ്ട് അവർ അതിലേക്ക് വഴിതെറ്റി പോവുകയും അറിയാതെ അതിൽ ചെന്ന് പെടുകയും ചെയ്യുന്നു. ഈ കുട്ടികളെ അവർ കരുക്കളാക്കി ലഹരിയുടെ അടിമകളാക്കി അവരെ ഇതിൻ്റെ കാരിയേഴ്സാക്കി മാറ്റുന്നു. അങ്ങനെ അവർ പണമുണ്ടാക്കുന്നു. അതിന് നമ്മുടെ ഗവൺമെൻറ് തീർച്ചയായും പല വിധത്തിലുള്ള പരിപാടികളും സ്കൂളുകളിലും വിമുക്തി ക്ലബ്ബും അതുപോലെയുള്ള കാര്യങ്ങളും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം കുട്ടികൾ തീർച്ചയായും അറ്റൻഡ് ചെയ്യുകയും കേട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഇതുപോലുള്ള ചില നമ്പറുകൾ, ടെലിഫോൺ നമ്പറുകൾ സ്കൂളുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റും പുറപ്പെടുവിക്കുന്നുണ്ട്. ആ നമ്പറുകൾ വിളിച്ചാൽ ചിലപ്പോൾ പ്രതികരണം ഉണ്ടാകാറില്ല എന്ന് ഉള്ള ഒരു വസ്തുതയും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ നമ്പറുകൾ എൻഗേജ് ആക്കി വയ്ക്കുക, അല്ലെങ്കിൽ വ്യാജ നമ്പറുകൾ കൊടുത്ത് ജനങ്ങളെ പറ്റിക്കാതിരിക്കുക സർക്കാർ. അതാണ് ചെയ്യേണ്ടത്. വിളിച്ചാൽ അപ്പോൾ തന്നെ അതിനൊരു റെസ്പോൺസ് ഉണ്ടാവണം. ഇനി ഇതുപോലുള്ള ലഹരി മാഫിയകളുടെ പേര് ആരെങ്കിലും പറഞ്ഞു തന്നാൽ പറഞ്ഞു തരുന്നവരുടെ പേര് പുറത്ത് വിടാതെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടിയെടുക്കണം എന്നാണ് പറയാനുള്ളത്. ഇനി ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് വിളിച്ചു പറയുന്ന ആളെ തന്നെ മറ്റുള്ള ഇതിൻ്റെ ലഹരി മാഫിയകൾ വന്ന് ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. അതൊക്കെ അവസാനിപ്പിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു സ്കൂൾ പഠനം കുട്ടികൾക്ക് ഉണ്ടാകത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ശിവൻകുട്ടി സാറിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ഒക്കെ പറയാനുള്ളത്. നമ്മുടെ മാതാപിതാക്കളും അതിനോട് തീർച്ചയായും സഹകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അധ്യാപകരോട് തീർച്ചയായും സഹകരിക്കുക, എങ്കിൽ മാത്രമേ കുട്ടികൾ നന്നാവൂ.